أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم. इस आयत का तर्जुमा है कि तुम हरगिज़ ഈ ആയത്തിന്റെ തർജ്ജമ ഇപ്രകാരമാണ്: നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുന്നത് വരെ നിങ്ങൾ പരിപൂർണ നന്മ പ്രാപിക്കുകയില്ല. നിങ്ങൾ ഏതൊന്ന് ചിലവഴിക്കുന്നുവോ അതിനെക്കുറിച്ച് അല്ലാഹു നല്ലവണ്ണം അറിയുന്നവനാകുന്നു. ഈ ആയത്തിൽ അല്ലാഹു ആ വിഷയം പ്രതിപാദിച്ചിരിക്കുന്നു. അത് എല്ലായ്പ്പോഴും അല്ലാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്ന മുഅ്മിനീങ്ങൾ ഏറ്റവും ഉത്തമമായ നിലയിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന്റെ ഏറ്റവും വലിയ പ്രകടനം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ കാണിച്ചു തരികയുണ്ടായി. അവർ തങ്ങളുടെ ധനം, തങ്ങളുടെ ജീവൻ, തങ്ങളുടെ സമയം എന്നിവ ദീനിനു വേണ്ടി ത്യാഗം ചെയ്തു. അവർ അത്തരത്തിലുള്ള ആളുകളായിരുന്നു. അവർ അൽബിർ എന്നതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയവരായിരുന്നു. അതായത് നന്മയുടെ ആ ഉന്നത നിലവാരം മനസ്സിലാക്കി അത് കരസ്ഥമാക്കുന്നതിനു വേണ്ടി പരിശ്രമിച്ചു. ഏതൊന്നാണോ നന്മയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള നിലവാരമായിട്ടുള്ളത്, അത് തഖ്വയുടെ ഉന്നത നിലവാരം ആയിരുന്നു. അത് സ്വഭാവ ഗുണങ്ങളുടെ ഉന്നത നിലവാരം ആയിരുന്നു. അത് ധനത്യാഗം ചെയ്യുന്നതിന്റെ ഉന്നത നിലവാരവും ആയിരുന്നു. അത് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന്റെ ഉന്നത നിലവാരം ആയിരുന്നു. ഒരു റിവായത്തിൽ വരുന്നു, ഈ ആയത്ത് അവതരിച്ചപ്പോൾ ഹസ്രത്ത് അബൂ ത്വൽഹ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ പറഞ്ഞു: അള്ളാഹുവിന്റെ റസൂലെ, എനിക്കൊരു തോട്ടമുണ്ട്. അത് ബിർറു റൂഹ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. മസ്ജിദ് നബവിക്ക് അടുത്തു തന്നെയായിരുന്നു ആ തോട്ടം. അദ്ദേഹം പറയുന്നു, എനിക്ക് എന്റെ സ്വത്തുവകകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ തോട്ടം ആണ്. ഇന്ന് ഞാൻ അതിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സദക്ക ചെയ്യുകയാണ്. ഈ നിലവാരം അതായിരുന്നു സഹാബാക്കളുടേത്. ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എല്ലാ വിധത്തിലുള്ള ത്യാഗങ്ങളുടെയും ഏറ്റവും കൂടുതൽ ഗ്രാഹ്യം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസനെ വിശ്വസിക്കുന്നവർക്കാണുള്ളത്. അതിന്റെ ഏറ്റവും വലിയ കർമ്മപരമായ പ്രകടനവും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ
അഹമ്മദികൾ തന്നെയാണ് കാണിക്കുകയും ചെയ്യുന്നത്. ഇന്ന് ലോകം ധനം സ്വരൂപിക്കുന്നതിനുള്ള ഓട്ടപ്പാച്ചിലിലാണ്. അഹമ്മദികളിൽ ഒരു വലിയ വിഭാഗം അത്തരക്കാരായുണ്ട്. അവർ ധനം സമ്പാദിക്കുന്നു, സമ്പത്ത് സമാഹരിക്കുന്നു. എന്നാൽ അവരുടെ ശ്രദ്ധയെ ധനത്യാഗത്തിലേക്ക് ക്ഷണിച്ചാൽ അവർ തങ്ങളുടെ ധനം സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം തന്നെ ആ തുടർച്ചയായ തർബിയത്തിന്റെ ഫലമാണ്. ഏതൊന്നാണോ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് നൽകിയത്. വിവിധ അവസരങ്ങളിൽ വിവിധ വീക്ഷണകോണുകളിലൂടെ അവിടുന്ന് ത്യാഗത്തെക്കുറിച്ച് നമ്മെ ഉപദേശിച്ചു. വിവിധ ഉപദേശങ്ങളോടൊപ്പം ഒരവസരത്തിൽ ധനത്യാഗത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, ലോകത്ത് മനുഷ്യൻ ധനത്തെ വളരെയധികം സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് സ്വപ്നവ്യാഖ്യാന ശാസ്ത്രത്തിൽ എഴുതിയിരിക്കുന്നത്, അഥവാ ഒരാൾ സ്വപ്നത്തിൽ കരൾ പറിച്ച് മറ്റൊരാൾക്ക് നൽകുന്നത് കണ്ടാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ധനം ആണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിലുള്ള തഖ്വയും ഈമാനും കരസ്ഥമാക്കുന്നതിനു വേണ്ടി പറയുകയുണ്ടായി, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. യഥാർത്ഥത്തിലുള്ള നന്മ ഒരിക്കലും കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല ഏതുവരെ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട വസ്തു ചിലവ് ചെയ്യുന്നില്ലയോ. കാരണം അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള സഹാനുഭൂതിയുടെയും പെരുമാറ്റത്തിന്റെയും ഒരു വലിയ ഭാഗം ധനം ചിലവ് ചെയ്യണം എന്ന ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു. സൃഷ്ടികളോടുള്ള കടമ നിറവേറ്റുന്നതിനു വേണ്ടി പറയുന്നു, അതിന്റെ ഒരു വലിയ ഭാഗം അതിനായി ധനത്തിന്റെ ആവശ്യമുണ്ട്. സൃഷ്ടികളോടുള്ള കടമകൾ നിറവേറ്റുന്നതിനു വേണ്ടി പറയുന്നു, സമസൃഷ്ടികളോടും മനുഷ്യരോടുമുള്ള കടമ എന്ന് പറയുന്നത് ഈമാന്റെ രണ്ടാമത്തെ ഭാഗം ആണ്. അതുകൂടാതെ ഈമാൻ പൂർണ്ണവും രൂഢമൂലവും ആയിത്തീരുകയില്ല. സൃഷ്ടികളോടുള്ള കടമകളും ഈമാന്റെ ഒരു ഭാഗം ആണ്. അതുകൂടാതെ ഈമാൻ പൂർത്തിയാവുകയില്ല, സുദൃഢമായി തീരുകയില്ല, ഉറച്ചതായി മാറുകയില്ല. ഏതുവരെ മനുഷ്യൻ ത്യാഗം ചെയ്യുന്നില്ലയോ അതുവരെ മറ്റുള്ളവർക്ക് പ്രയോജനം എത്തിക്കാൻ എങ്ങനെ സാധിക്കാനാണ്? മറ്റുള്ളവർക്ക് പ്രയോജനം എത്തിക്കുന്നതിനും അവരോട് അനുകമ്പ കാണിക്കുന്നതിനും ത്യാഗം അനിവാര്യമായ കാര്യമാണ്. ഈ ആയത്തിൽ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ എന്നതിൽ ഈ ത്യാഗത്തെക്കുറിച്ചുള്ള അധ്യാപനവും മാർഗദർശനവുമാണ് നൽകിയിരിക്കുന്നത്. ധനം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവ് ചെയ്യുക എന്നതും മനുഷ്യന്റെ സൗഭാഗ്യത്തിന്റെയും തഖ്വയുടെയും നിലവാരവും സുഗന്ധവും ആണ്. അതായത് ആ മാനദണ്ഡമാണ്, അതനുസരിച്ച് തഖ്വയെ അളക്കാവുന്നതാണ്. പറയുന്നു, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സമർപ്പണത്തിന്റെ നിലവാരവും സുഗന്ധവും അതായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിനായി ഒരാവശ്യം പറഞ്ഞു. അദ്ദേഹം തന്റെ വീട്ടിലെ മുഴുവൻ വസ്തുക്കളുമായി ഹാജരായി. ഇതാണ് ആ ഉന്നത നിലവാരം. ഏതൊന്നാണോ ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സ്ഥാപിച്ചത്, അതിനുശേഷം തന്റെ കഴിവനുസരിച്ച് ഹദ്റത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹും സ്ഥാപിച്ചു കാണിച്ചു. ഇവിടെ ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ വീട്ടിലെ മുഴുവൻ വസ്തുക്കളുമായി ഹാജരായി. ഹദ്റത്ത് ഉമർ വീട്ടിലെ പകുതി സാധനങ്ങളുമായി വന്നു. ഇതുപോലെ തന്നെ മറ്റു സഹാബാക്കളും താങ്കളുടെ കഴിവനുസരിച്ച് ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഇത് തന്നെയാണ് ആ ആത്മാവും നിലവാരവും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഉദാഹരണങ്ങൾ നൽകിക്കൊണ്ട് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് അഹമ്മദികൾ ഉണ്ട്. അവർ ത്യാഗത്തിന്റെ ഉന്നതമായ നിലവാരം കരസ്ഥമാക്കുന്നതിനായി പരിശ്രമിക്കുന്നവരാണ്. അവർ വിശുദ്ധ ഖുർആനിലും ഹദീസിലും അതുപോലെ തന്നെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർദ്ദേശങ്ങൾ വായിക്കുമ്പോൾ ഈ കാര്യങ്ങളിൽ അവർക്ക് വിശ്വാസവും ഉണ്ടാകുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവ് ചെയ്യുന്നവരുടെ
ധനത്തിലും ജീവനിലും ബർക്കത്ത് നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ പ്രിയപ്പെട്ട വസ്തു ചിലവ് ചെയ്യുമ്പോൾ അള്ളാഹു ഇതുകൂടി പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവർക്ക് വർദ്ധിപ്പിച്ചു നൽകും, 700 ഇരട്ടി വർദ്ധിപ്പിച്ചു നൽകും, ഇതിൽ കൂടുതലും എനിക്ക് നൽകാൻ സാധിക്കും. അഹമ്മദികൾ ത്യാഗം ചെയ്യുമ്പോൾ അവർക്ക് ഈ വിശ്വാസവും ഉണ്ടായിരിക്കും, അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകും, ഞങ്ങളോടും ഈ വിധത്തിൽ അള്ളാഹു പെരുമാറും. അഹമ്മദികൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിർദ്ദേശം അനുസരിച്ച് ചിലവ് ചെയ്യുമ്പോൾ അതിൽ അവിടുന്ന് പറഞ്ഞു, ഏതൊരാളാണോ തന്റെ പരിശുദ്ധമായ സമ്പാദ്യത്തിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു കാരക്ക പോലും നൽകിയത്, അള്ളാഹു പരിശുദ്ധമായ വസ്തുക്കൾ മാത്രമാണ് സ്വീകരിക്കുന്നത്. ഇതോർത്തിരിക്കേണ്ട വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. വഞ്ചനയിലൂടെ സമ്പാദിച്ച ധനം അള്ളാഹു ഒരിക്കലും സ്വീകരിക്കുകയില്ല. അള്ളാഹു പരിശുദ്ധമായ സമ്പാദ്യമാണ് സ്വീകരിക്കുന്നത്. പറയുന്നു, ആരാണോ പരിശുദ്ധമായ സമ്പാദ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകിയത്, അള്ളാഹു ആ സമ്പാദ്യത്തെ വലതുകൈ കൊണ്ട് സ്വീകരിക്കും. അത് കാരക്കക്ക് തുല്യമായ സമ്പാദ്യമാണെങ്കിലും ശരി, എന്നിട്ട് അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ഏതുവരെ എന്നാൽ അതൊരു പർവ്വതത്തോളം ആയിത്തീരും. പറയുന്നു, ഏതുപോലെ നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ ഒരു പശുക്കുട്ടിയെ പരിപാലിക്കുന്നു, പിന്നീട് അതിനെ വലിയ മൃഗം ആക്കി മാറ്റുന്നു. ഈ കാലഘട്ടത്തിൽ ഇത് നാം വായിക്കുമ്പോൾ, ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കേൾക്കുമ്പോൾ ഇതൊന്നും പഴയ കഥകളല്ല, മറിച്ച് ഇന്നും ത്യാഗങ്ങൾ ചെയ്യുന്നവർക്ക് സ്വന്തം അനുഭവങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് ഈ കാര്യം അവരുടെ സമ്പത്തിലും വിശാലത ഉണ്ടാക്കുന്നു. അവർ ത്യാഗങ്ങൾ ചെയ്യുമ്പോൾ അത് അവരുടെ ഈമാനിലും വർധനവുണ്ടാക്കുന്നു. ഏതാനും ചില സംഭവങ്ങൾ ഞാനിപ്പോൾ വിവരിക്കാം. കാമറൂൺ ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ്. അവിടുത്തെ മുബല്ലിഗ് ഇൻചാർജ് പറയുന്നു, അവിടുത്തെ ഒരു മൊല്ലിം അബൂബക്കർ സാഹിബ് അദ്ദേഹം പറഞ്ഞു, ഒരു അഹമ്മദി, അദ്ദേഹം കഴിഞ്ഞ വർഷം തൊഴിൽ രഹിതനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ള എന്നാണ്. ഇത്രയധികം മോശമായ അവസ്ഥയിലായിരുന്നു. തന്റെ കുടുംബത്തെ നോക്കുക എന്നതുപോലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായിരുന്നു. ആ അവസ്ഥയിൽ ഒരു ദിവസം ജുമാ നമസ്കാരത്തിന് വന്നു. ജുമാ നമസ്കാരത്തിന് ശേഷം സെക്രട്ടറി സാഹിബ് തെഹരീക്കെ ജദീദിനെ കുറിച്ച് അറിയിച്ചു. അബ്ദുള്ള സാഹിബിന്റെ പക്കൽ പോക്കറ്റിൽ 10,000 ഫ്രാങ്ക് ആണ് ഉണ്ടായിരുന്നത്. ഫ്രാങ്ക് സിഫ. അദ്ദേഹം അറിയിപ്പ് കേട്ട ഉടനെ മുഴുവൻ തുകയും തെഹരീക്കെ ജദീദിനായി നൽകി. കുറച്ചു ദിവസത്തിനു ശേഷം വീണ്ടും സെന്ററിൽ വന്നു. പറയുന്നു, അള്ളാഹു എന്റെ ചന്ത സ്വീകരിച്ചിരിക്കുന്നു. ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് ഒരു പ്രൈവറ്റ് കമ്പനി എനിക്ക് ജോലി നൽകി. എന്റെ ശമ്പളം 1,00,000 ഫ്രാങ്ക് സിഫ നിശ്ചയിച്ചിരിക്കുന്നു. അത് എന്റെ ചന്തയേക്കാളും 10 ഇരട്ടി കൂടുതലാണ്. അത് എല്ലാ മാസവും എനിക്ക് ലഭിക്കും. ഇത് അള്ളാഹുവിന്റെ പ്രത്യേകം അനുഗ്രഹമാണ്. പറയുന്നു, അതുകൊണ്ട് ഞാൻ ആദ്യ മാസത്തെ ശമ്പളവും ജമാഅത്തിന് ചന്തയായി നൽകുന്നു. ഇവർ പാവപ്പെട്ട ആളുകളാണ്. അവരെ അള്ളാഹു ഈ വിധത്തിലാണ് ഈ അനുഭവങ്ങളിലൂടെ കടത്തിവിടുന്നത്. ഈ വിധത്തിലാണ് അനുഗ്രഹങ്ങൾ നൽകുന്നത്. മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട്. ഒരു നവ അഹമ്മദി ദാവൂദ് സാഹിബ് കോങ്കോ ബ്രാസീലിൽ നിന്നാണ്. ഇതും ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ്. അദ്ദേഹത്തിന്റെ ഇടുങ്ങിയ സാമ്പത്തിക അവസ്ഥ കാരണം അദ്ദേഹത്തോട് പറഞ്ഞു, ചുരുങ്ങിയത് എല്ലാ ജുമായും അഹമ്മദിയ പള്ളിയിൽ ജുമാ നമസ്കരിക്കുന്നതിനായി വരിക. അങ്ങനെ അദ്ദേഹം ജുമായിൽ സ്ഥിരമായി വരാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം ജുമാക്ക് ശേഷം വ്യക്തിപരമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ സാമ്പത്തിക ത്യാഗത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്തു. പറഞ്ഞു, അള്ളാഹു താങ്കൾക്ക് എന്തു തന്നെ നൽകിയാലും അതിൽ നിന്ന് എന്തെങ്കിലും അല്പസ്വല്പം അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ താങ്കൾ എന്താണോ നൽകുന്നത് അവൻ അതിനേക്കാൾ കൂടുതലായി നിങ്ങൾക്ക് തിരിച്ചു നൽകും. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. പരിശുദ്ധമായ സമ്പാദ്യം അഥവാ നൽകിയാൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവ് ചെയ്താൽ നിങ്ങൾക്ക് തിരിച്ചു നൽകും. പറയുന്നു, ഈ വിധത്തിൽ താങ്കളുടെ ഞെരുങ്ങിയ സാമ്പത്തിക അവസ്ഥ വിശാലമായി തീരുന്നതായിരിക്കും. അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ട് മുബല്ലിഗ് സാഹിബ് പറയുന്നു, ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലിയും നൽകി.
അങ്ങനെ യാത്ര പിരിഞ്ഞു. ഒരാഴ്ചക്ക് ശേഷം അദ്ദേഹം ജുമാക്ക് വേണ്ടി വന്നു. ജുമാക്ക് ശേഷം വളരെ സന്തോഷവാനായി കണ്ടു. അദ്ദേഹത്തോട് കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, താങ്കൾ കഴിഞ്ഞ ജുമായിൽ ചന്തക്ക് ആഹ്വാനം നൽകിയത് കൊണ്ട് പള്ളിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് സൗ ഫ്രാങ്സിഫ ചന്തയുടെ ബജറ്റിൽ നൽകി. ചന്ത നൽകിയതിനു ശേഷം ഞാൻ വീട്ടിൽ എത്തിയ ഉടനെ എന്റെ സുഹൃത്തായ ഒരു അയൽവാസി, അദ്ദേഹം കുറച്ചു മാസമായി ഞങ്ങളുടെ മുറ്റത്ത് കത്തിക്കാനുള്ള കുറച്ച് വിറക് വെച്ചിരുന്നു. പെട്ടെന്ന് അദ്ദേഹം ആ വിറക് എടുക്കുന്നതിനായി വന്നു. പോകുമ്പോൾ 4000 ഫ്രാങ്സിഫ എന്റെ കയ്യിൽ പിടിപ്പിച്ചു. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഞാനിപ്പോൾ ചന്ത നൽകി വീട്ടിൽ എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. അതോടൊപ്പം അല്ലാഹു എനിക്ക് അത് 40 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു നൽകി. ഇതുപോലെ തന്നെ തൻസാനിയയിലെ അമീർ സാഹിബ് എഴുതി, ഒരു നവ അഹമ്മദി ഉബൈദ് കുയി സാഹിബ് വിവരിക്കുന്നു, കൽപ്പണിയായിരുന്നു എന്റെ ജോലി. 5 മാസമായി പ്രത്യേകിച്ച് ജോലിയൊന്നും എനിക്ക് ലഭിച്ചിരുന്നില്ല. വളരെ പ്രയാസകരമായ അവസ്ഥയായിരുന്നു. ഭാര്യയും മക്കളും വളരെ പ്രയാസത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത്. ജീവിത ചിലവ് വളരെ പ്രയാസത്തോടു കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം മുഅല്ലിം ചന്ത നൽകാൻ ആഹ്വാനം ചെയ്തു. പറയുന്നു, അപ്പോൾ എനിക്ക് കൂടുതൽ പ്രയാസം ഉണ്ടായി. കാരണം എന്റെ പക്കലുള്ള തുക അതുകൊണ്ട് അന്നേ ദിവസമുള്ള ഭാര്യ മക്കളുടെ ചിലവിന് മാത്രമേ തികയുമായിരുന്നുള്ളൂ. എന്നാൽ മുഅല്ലിം സാഹിബ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്നത് കൊണ്ട് അള്ളാഹു ബർക്കത്ത് നൽകും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ തുക ചന്തയിൽ നൽകാൻ തീരുമാനിച്ചു. അങ്ങനെ അപ്രകാരം ചെയ്തു. പിന്നീട് അതിനുശേഷം ഈ ചിന്ത എനിക്കുണ്ടായി, ഇന്ന് എന്റെ മക്കൾ എന്താണ് കഴിക്കുക? ഞാൻ ഇത് തന്നെ ചിന്തിക്കുകയായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സന്ദേശം ലഭിച്ചു, എവിടെയോ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. താൻ ഉടനെ തന്നെ അവിടെ പോയി അളവും മറ്റും എടുക്കണം. അതോടൊപ്പം തന്നെ എനിക്ക് പ്രതിഫലം എന്ന നിലയിൽ അഡ്വാൻസായി കുറച്ച് തുക നൽകുകയും ചെയ്തു. ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടു. 5 മാസം ആയി ഞാൻ പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുകയായിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകിയ ഉടനെ തന്നെ അവന്റെ ഭാഗത്ത് നിന്ന് അനുഗ്രഹങ്ങളുടെ വാതിൽ തുറക്കപ്പെട്ടു. അന്നു മുതൽ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകിയപ്പോൾ എന്റെ അവസ്ഥ ഇപ്പോൾ മാറിയിരിക്കുന്നു. ഇനി ഞാൻ ചന്ത നൽകുന്നതായിരിക്കും. ഈ നവ അഹമ്മദികളെയും അള്ളാഹു ഈ അനുഭവങ്ങളിലൂടെ കടത്തിവിടുന്നു. മാലി ആഫ്രിക്കയിലെ മറ്റൊരു രാജ്യമാണ്. അവിടെ ഒരു സഹോദരൻ 3-4 മാസം മുമ്പ് ബൈഅത്ത് ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. നസീന സാഹിബ്. അദ്ദേഹം തന്റെ സാധാരണയുള്ള വരുമാനത്തിൽ നിന്ന് 500 ഫ്രാങ്സിഫ ചന്ത നൽകി. പറയുന്നു, അഹമ്മദിയ ജമാഅത്തിൽ ചേരുന്നതിനും ചന്ത നൽകുന്നതിനു മുമ്പ് കച്ചവടം ശരിയായ നിലയിലായിരുന്നില്ല. എന്നാൽ ചന്തയുടെ അനുഗ്രഹം കൊണ്ട് കച്ചവടത്തിൽ അള്ളാഹു അസാധാരണമായ അനുഗ്രഹം ചൊരിഞ്ഞു. ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം മൂസി കൂടിയാണ്. 500 പകരം ആദ്യം 500 ചന്ത നൽകിയിരുന്നത്. അന്ന് തെഹ്രീക്കെ ജദീദിൽ. എന്നാൽ ഇപ്പോൾ 35,000 ഫ്രാങ്സിഫ മാസം ചന്തയായി നൽകുന്നു. ഇദ്ദേഹത്തിന്റെ അനഹമ്മദി സുഹൃത്തുക്കൾ ഇദ്ദേഹത്തിന്റെ കച്ചവടത്തിലുള്ള അഭിവൃദ്ധി കണ്ട് വിചാരിക്കുന്നത് ജമാഅത്ത് അദ്ദേഹത്തെ ധനപരമായി സഹായിക്കുന്നുണ്ട് എന്നാണ്. ഫ്രാൻസിൽ നിന്ന് ഒരു നവ അഹമ്മദി ഹംസ സാഹിബ് എഴുതുന്നു, ബൈഅത്ത് ചെയ്തതിനു ശേഷം എനിക്ക് ചന്തയുടെ വ്യവസ്ഥിതിയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞപ്പോൾ അന്ന് എന്റെ സാമ്പത്തികാവസ്ഥ വളരെയധികം ബലഹീനമായിരുന്നു. എന്റെ കയ്യിൽ ഇത്ര ധനം ഉണ്ടായിരുന്നില്ല. എന്നോട് ചില അഹമ്മദി സുഹൃത്തുക്കൾ പറഞ്ഞു, ചന്തയിൽ വലിയ അനുഗ്രഹമുണ്ട്. അള്ളാഹു ഇതിന് പ്രതിഫലം ആയി അനേകം ഇരട്ടി തിരിച്ചു നൽകുന്നതാണ്. പറയുന്നു, ഏതായിരുന്നാലും എന്റെ പക്കൽ 60 യൂറോ ആണ് ഉണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ ചന്ത നൽകാം, പിന്നീട് എന്തായിരുന്നാലും അതിനെ നേരിടാം. പറയുന്നു, ഇപ്പോൾ ഞാൻ ചന്ത നൽകി. ഏതാനും ദിവസം മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വീട്ടിൽ വന്നു. അതിൽ ഞാൻ കണ്ടു എന്റെ അക്കൗണ്ടിൽ 600 യൂറോ എവിടെ നിന്നോ വന്നിരിക്കുന്നു. അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു, ഗവൺമെന്റ് എനിക്ക് 500 യൂറോ നൽകാനുണ്ടായിരുന്നു. അത് മുമ്പ് അവരുടെ റെക്കോർഡിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഏതൊരു തുകയാണോ ഞാൻ ചന്തയിൽ നൽകിയത്, അള്ളാഹു അനേകം ഇരട്ടിയായി വർദ്ധിപ്പിച്ച് എനിക്കത് തിരിച്ചു നൽകി. അതിനെക്കുറിച്ച് എനിക്ക് ഊഹിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. തൻസാനിയയിലെ അമീർ സാഹിബ് എഴുതുന്നു, അഹമ്മദ് സാനി സാഹിബ്, അദ്ദേഹം മൂസി കൂടിയാണ്.
അദ്ദേഹം തന്റെ വാഗ്ദാനം 50,000 ഷില്ലിംഗ് ആണ് എഴുതിച്ചിരുന്നത്. അത് വളരെ മുമ്പ് തന്നെ മുഴുവനും അടച്ചു തീർത്തിരുന്നു. പിന്നീട് അദ്ദേഹം കഴിഞ്ഞ മാസം സ്വപ്നത്തിൽ എന്നെ കണ്ടു. സ്വപ്നത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഭൂമിയിൽ നിന്ന് സ്വർണമെടുക്കുന്ന ജോലിയാണോ താങ്കൾ ചെയ്യുന്നത്? അദ്ദേഹം മറുപടിയായി പറഞ്ഞു, അതെ ഹുസൂർ, എന്നാൽ ഈ ജോലി നല്ല നിലയിൽ നടക്കുന്നില്ല. പറയുന്നു, ഞാൻ പിന്നീട് അദ്ദേഹത്തിലേക്ക് നോക്കി. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നോ ഈ ഒരു ശബ്ദവും വന്നു, തെഹ്രീക്കെ ജദീദിന്റെ ചന്ത വർദ്ധിപ്പിക്കുക. പറയുന്നു, ഈ സാനി സാഹിബ് ഇദ്ദേഹം വൈദ്യത്തിന്റെ ജോലിയും ചെയ്യാറുണ്ട്, ആയുർവേദ മരുന്നുകൾ, ഇതിൽ നല്ല പ്രാവീണ്യം ഉള്ള ആളാണ്. ഈ സ്വപ്നത്തിനു ശേഷം അള്ളാഹു ഇദ്ദേഹത്തിന്റെ കൈകളിൽ അസാധാരണമായ അനുഗ്രഹം ചൊരിഞ്ഞു. കഴിഞ്ഞ ഒരു മാസമായി വിദൂരങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് രോഗികൾ വരാൻ തുടങ്ങി. വരുമാനത്തിൽ അസാധാരണമായ വർധന ഉണ്ടായി. പറയുന്നു, അതിനുശേഷം സ്വപ്നത്തിനു ശേഷം കഴിഞ്ഞ ഒരു മാസത്തിൽ അദ്ദേഹം കൂടുതലായി 4,27,000 ഷില്ലിംഗ് തെഹ്രീക്കെ ജദീദിന്റെ ചന്തയായി നൽകി. തന്റെ റീജണിൽ ഏറ്റവും കൂടുതൽ ചന്ത നൽകുന്ന ആളാണ്. ഇന്ത്യയിലെ ബാംഗ്ലൂരിലെ ഒരു മുഖ്ലിസായ യുവാവ് തൊഴിൽ രഹിതനായിരുന്നു. ജോലിയില്ലാത്തത് കാരണം വീടിന്റെ മാസത്തവണയിലുള്ള അടവും നൽകാൻ സാധിച്ചില്ല. ഇൻസ്പെക്ടർ സാഹിബ് പറയുന്നു, തെഹ്രീക്കെ ജദീദുമായി ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. എന്നാൽ സെക്രട്ടറി സാഹിബ് അദ്ദേഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ നിശബ്ദനായിരുന്നു, ഒന്നും തന്നെ സംസാരിച്ചില്ല. എന്നാൽ അദ്ദേഹം എന്നോട് ചോദിച്ചു, താങ്കൾ എന്തോ പറയാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് താങ്കളുടെ അവസ്ഥയെക്കുറിച്ച് പൂർണ്ണമായ നിലയിലുള്ള അറിവുണ്ടായിരുന്നില്ല. ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് താങ്കളിൽ നിന്ന് 1,00,000 തെഹ്രീക്കെ ജദീദിന്റെ ചന്തയുടെ വാഗ്ദാനം വാങ്ങിക്കാം എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ താങ്കളുടെ അവസ്ഥയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിശബ്ദനായി. അതുകൊണ്ട് താങ്കൾ താങ്കളുടെ കഴിവനുസരിച്ച് ഇഷ്ടമുള്ളത് എഴുതിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾ 1,00,000 രൂപയുടെ വാഗ്ദാനം എഴുതിക്കുക. പറയുന്നു, ഞാൻ ഏതായിരുന്നാലും അള്ളാഹുവിൽ തവക്കൽ ചെയ്യുന്നു, ഇൻഷാ അള്ളാഹ് നൽകുകയും ചെയ്യുന്നതാണ്. അങ്ങനെ അള്ളാഹു അനുഗ്രഹിച്ചു. അദ്ദേഹത്തിന് രണ്ടാമതും ജോലി ലഭിച്ചു. വളരെ ഉന്നതമായ ജോലിയാണ് ലഭിച്ചത്. അദ്ദേഹം 2 വർഷത്തെ വാഗ്ദാനവും പൂർത്തിയാക്കി, കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തേതും. മയോട്ടി ഐലൻഡ് ഉണ്ട്. അവിടുത്തെ മുബല്ലിഗ് സിൽസില എഴുതുന്നു, വളരെ ദരിദ്ര രാജ്യമാണ്. ആളുകൾ തങ്ങളുടെ വീടുകളിൽ പച്ചക്കറികളും മറ്റും വിറ്റുകൊണ്ടാണ് ജീവിക്കുന്നത്. ഒരു അഹമ്മദി സുഹൃത്ത് റിവ്യൂൻ സാഹിബ് ഒരു മോട്ടോർ സൈക്കിളിന്റെ കടയിൽ ജോലി ചെയ്യുകയാണ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ചന്ത നൽകുന്നത്. അദ്ദേഹം പറയുകയാണ്, ഇത് അത്ഭുതകരമായ ജമാഅത്താണ്. ഞാൻ എത്രത്തോളം ചന്തയാണോ നൽകുന്നത്, മാസത്തിന്റെ അവസാനം എനിക്കത് ഇരട്ടിയായി തിരിച്ചു കിട്ടുന്നു. പറയുന്നു, ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, താങ്കൾ ഇത്രയധികം ചന്ത എന്തിനാണ് നൽകുന്നത്? പറയുന്നു, എനിക്ക് അള്ളാഹു ഈ ചന്ത ഇരട്ടിയായി തിരിച്ചു നൽകുന്നു, അതുകൊണ്ട് ഞാൻ നൽകുകയും ചെയ്യുന്നു. പിന്നീട് അദ്ദേഹം തന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് തന്നെ ഒരു തുക ചന്തയായി നൽകി. എന്നിട്ട് പറഞ്ഞു, നോക്കുക, അള്ളാഹു ഇതെനിക്ക് തീർച്ചയായും തിരിച്ചു നൽകും. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. മാസത്തിന്റെ അവസാനത്തിൽ കടയുടെ ഉടമസ്ഥൻ തന്റെ മുഴുവൻ തൊഴിലാളികൾക്കും ബോണസ് നൽകി. അദ്ദേഹത്തിന് ബോണസായി ലഭിച്ച തുക അത് ചന്തയുടെ തുകയേക്കാൾ കൂടുതലായിരുന്നു. അദ്ദേഹം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ധനത്യാഗത്തിൽ ഓരോ ദിവസവും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കാനഡയിൽ നിന്ന് അമീർ സാഹിബ് എഴുതുന്നു, ലജനയുടെ സെക്രട്ടറി തെഹ്രീക്കെ ജദീദ് അവർ ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ആഹ്വാനം നടത്തിയപ്പോൾ പറഞ്ഞ കാര്യം, തങ്ങളുടെ ശമ്പളത്തിന്റെ പകുതിയോ അല്ലെങ്കിൽ മുഴുവനോ തെഹ്രീക്കെ ജദീദിൽ സമർപ്പിക്കുക. അത് ഒരു സഹോദരിയോട് പറഞ്ഞു. അവർ പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവർക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു, തനിക്ക് മുഴുവൻ ജോലിയും ലഭിച്ചാൽ ഞാൻ മുഴുവൻ ശമ്പളവും ചന്തയായി നൽകും. അങ്ങനെ അവർക്ക് മുഴുവൻ സമയ ജോലി ലഭിച്ചു. $5,000 അവർക്ക് ശമ്പളമായി നിശ്ചയിക്കപ്പെട്ടു. അത് അവർ തെഹ്രീക്കെ ജദീദിൽ സമർപ്പിച്ചു.
ഇതുപോലുള്ള മറ്റനേകം ഉദാഹരണങ്ങളുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തിന്റെ തുടക്കം മുതൽ ഇന്നുവരേക്കും മുഖ്ലിസീങ്ങൾ അള്ളാഹുവിന്റെ വാഗ്ദാനവും അവന്റെ പെരുമാറ്റവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പഴയ അഹമ്മദികളും പുതുതായി വരുന്നവരും ഒരുപാട് നവ അഹമ്മദികളുടെ സംഭവം ഞാൻ കേൾപ്പിച്ചു. ത്യാഗത്തിന്റെ വിഷയം ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് സാമ്പത്തിക ത്യാഗത്തിന്റെ വിഷയം, അഹമ്മദിയ ജമാഅത്തിന്റെ തന്നെ ഒരു പ്രത്യേക വ്യതിരിക്തതയാണ്. അഹമ്മദികളിൽ ഭൂരിഭാഗവും ഈ കാര്യത്തിന്റെ ഗ്രാഹ്യം ഉള്ളവരാണ്. ഈ കാലഘട്ടം ഇസ്ലാമിന്റെ പ്രചാരണ പൂർത്തീകരണത്തിന്റെ കാലഘട്ടമാണ്. അതിനായി അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിച്ചയച്ചിരിക്കുന്നു. അത് വിശുദ്ധ ഖുർആന്റെ പ്രസിദ്ധീകരണത്തിലൂടെയും നടന്നുകൊണ്ടിരിക്കുന്നു. വിവിധ ഭാഷകളിൽ തർജമയുടെ പ്രസിദ്ധീകരണത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. വിവിധ ഭാഷകളിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാമിന്റെ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. ജമാഅത്തിന്റെ സാഹിത്യങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ മുഖേന നടന്നുകൊണ്ടിരിക്കുന്നു. പള്ളികളുടെ നിർമ്മാണത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. മിഷൻ ഹൗസുകളുടെ നിർമ്മാണത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ജാമ്യകളുടെ സ്ഥാപനങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏഷ്യയിലും ആഫ്രിക്കയിലും യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും ഇന്തോനേഷ്യയിലും ജാമ്യകളുടെ സ്ഥാപനം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് മുറബിമാരും മുബല്ലിഗീങ്ങളും പുറത്തിറങ്ങി ഇസ്ലാമിന്റെ തബ്ലീഗ് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ എല്ലാ കാര്യങ്ങളും അഹമ്മദികളുടെ അറിവിൽ വരുമ്പോൾ അവർക്ക് അറിയാവുന്നതാണ്. അതിനായി ധനത്യാഗത്തിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ അവർ ധനത്യാഗം ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതുകൂടി പറഞ്ഞിട്ടുണ്ട്: സൃഷ്ടികളോടുള്ള അനുകമ്പയും ഈമാന്റെ ഭാഗമാണ്. ഈ അനുകമ്പക്ക് കീഴിൽ ഹോസ്പിറ്റലുകളുടെയും സ്കൂളുകളുടെയും നിർമ്മാണം, ഇതുകൂടാതെയുള്ള ജമാഅത്തിൽ സഹായങ്ങളുടെ സംവിധാനം, ഇതെല്ലാം തന്നെ മുഖ്ലിസീങ്ങളുടെ ത്യാഗം കൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അള്ളാഹുവിൽ ഈ ദൃഢവിശ്വാസമുണ്ട്. അവൻ ഈ ത്യാഗങ്ങൾക്ക് ഈ ലോകത്തും പ്രതിഫലം നൽകുന്നു, പരലോകത്തും പ്രതിഫലം നൽകുന്നതായിരിക്കും ഇൻഷാ അള്ളാ. അഥവാ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ചില സമയത്ത് ഈ കാര്യം തീർച്ചയായും കണ്ടിട്ടുണ്ട്. സംവിധാനത്തിന്റെ ഭാഗത്ത് നിന്ന് ആളുകളെ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിപ്പിക്കാറില്ല. അഥവാ ഇതിനായി ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടിരുന്നാൽ ആളുകൾക്ക് ശ്രദ്ധയും ഉണ്ടാകുന്നു. ഇതിനെക്കുറിച്ച് ഒരിക്കൽ ശ്രദ്ധ ക്ഷണിക്കുന്നതിനെ കുറിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി. ഈ കാര്യവും അനുമാനിക്കാവുന്നതാണ്. അധികം ആളുകളോടും ഇതുവരെ പറഞ്ഞിട്ട് പോലും ഇല്ല. നമ്മുടെ ജമാഅത്തിന് ഏതെങ്കിലും ചന്തയുടെ ആവശ്യം കൂടിയുണ്ട്. അവിടുന്ന് പറയുന്നു, ഒരുപാട് ആളുകളുണ്ട്, കരഞ്ഞുകൊണ്ട് ബൈഅത്ത് ചെയ്തു പോകുന്നു. അഥവാ അവരോട് പറഞ്ഞാൽ അവർ തീർച്ചയായും ചന്ത നൽകും. എന്നാൽ പ്രേരണ നൽകേണ്ടതും അനിവാര്യമാണ്. അവിടുന്ന് പറഞ്ഞു, എല്ലാ ബലഹീനരായ സഹോദരങ്ങളെയും ചന്തയിൽ ഉൾപ്പെടുത്തുക, പരസ്പരം ചന്തയിൽ പ്രേരണ നൽകുക. ഞാൻ പറഞ്ഞതുപോലെ ഈ കാര്യം ഇന്നും തികച്ചും ശരിയാണ്. ശ്രദ്ധിപ്പിക്കുകയാണ് എങ്കിൽ ആളുകൾക്ക് ശ്രദ്ധ ഉണ്ടാകുന്നു. അതുകൊണ്ട് തെഹ്രീക്കെ ജദീദിനെ കുറിച്ചും വഖഫെ ജദീദിനെ കുറിച്ചും ഞാൻ പറഞ്ഞപ്പോൾ എണ്ണം വർദ്ധിപ്പിക്കുക, എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധ ക്ഷണിക്കുന്നത് കൊണ്ട് അഹമ്മദി കുട്ടികളിലും ത്യാഗത്തിനായി ഒരാവേശവും വികാരവും കാണാൻ സാധിക്കുന്നു. നിക്കോറോ കെനിയയിൽ നിന്ന് മുറബി സാഹിബ് എഴുതുന്നു, അബൂബക്കർ കീബി സാഹിബ് ഇപ്പോൾ അവിടുത്തെ ജമാഅത്തിന്റെ സദർ ആണ്. കെനിയ ഡിഫൻസ് ഫോഴ്സിൽ സർജൻ ആയി ജോലി ചെയ്യുന്നു. വളരെ മുഖ്ലിസായ അഹമ്മദിയാണ്. പള്ളി വളരെയധികം ദൂരത്തിലാണ്, കാൻഡ് ഏരിയയിലാണ് താമസം. എന്നിട്ട് പോലും ദീർഘദൂരം യാത്ര താണ്ടി ജുമാ നമസ്കാരത്തിന് നിർബന്ധമായും വരുന്നു. കൂടാതെ തന്റെ 3 പെൺമക്കളെയും കൊണ്ടുവരികയും ചെയ്യുന്നു. അവരെ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്നു. കാൻഡിൽ തന്റെ വീട്ടിൽ പ്രത്യേകിച്ച് MTA ഡിഷ് സ്ഥാപിച്ചിട്ടുണ്ട്. സ്വയവും തന്റെ കൂടെ ജോലി ചെയ്യുന്ന സൈനികർക്കും എപ്പോഴും MTA പരിപാടികൾ കാണിച്ചു കൊടുക്കുന്നു. പറയുന്നു, ഞാൻ കുറച്ച് കാലമായി എല്ലാ ജുമാ ഖുത്ബകളിലും തെഹ്രീക്കിന്റെ പ്രാധാന്യത്തെ വെളിപ്പെടുത്തുകയായിരുന്നു. ഏതാനും ദിവസം മുമ്പ് ജുമാ നമസ്കാരത്തിന് ശേഷം ഇദ്ദേഹം മുറബി സാഹിബിനോട് പറഞ്ഞു,
എന്റെ പെൺകുട്ടികളും ഈ ഖുത്ബ കേൾക്കാറുണ്ട്. ഈ മാസം ഒരു അതിഥി അവരുടെ വീട്ടിൽ വന്നു. തിരിച്ചു പോകുമ്പോൾ എന്റെ ചെറിയ മകൾ സുമൈറക്ക്, അവളുടെ പ്രായം ഇപ്പോൾ കേവലം 5 വയസ്സ് മാത്രമാണ്, അവളുടെ കയ്യിൽ 25 ഷില്ലിംഗ് നൽകി. അതിഥി പോയപ്പോൾ ഈ പെൺകുട്ടി തന്റെ പിതാവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, 20 ഷില്ലിംഗ് എനിക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് എന്റെ ഭാഗത്ത് നിന്ന് തെഹരീക്ക് ജദീദിന്റെ ചന്തയായി നൽകുക, ബാക്കി 5 ഷില്ലിംഗ് കൊണ്ട് ഞാൻ കഴിക്കാനായി എന്തെങ്കിലും വാങ്ങിക്കുന്നതാണ്. പിന്നീട് ലൈബീരിയയിൽ നിന്ന് മുബല്ലിഗ് എഴുതുന്നു, തെഹരീക്ക് ജദീദിന്റെ വസൂലിക്കിടക്ക് ഞങ്ങളൊരു ജമാഅത്ത് നഗീമായിൽ എത്തി, ഒരു വീട്ടിലെത്തി. അവർക്ക് തെഹരീക്ക് ജദീദ് എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. അതിലെല്ലാവർക്കും ചേരാൻ സാധിക്കും, വലിയവർക്കും ചെറിയവർക്കും തങ്ങളുടെ കഴിവനുസരിച്ച് ഇതിൽ ഭാഗവാക്കാവുന്നതാണ്. ആ വീട്ടിൽ ചെറിയൊരു കുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പ്രായം 6-7 വയസ്സായിരിക്കും. അവളുടെ പേര് ബിന്തു സമാവീറ എന്നാണ്. അവൾ കുട്ടയിൽ ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കുകയായിരുന്നു. ഞങ്ങളുടെ വാക്കുകൾ കേട്ട് അവൾ പറഞ്ഞു, കുട്ടികൾക്കും ഇതിൽ ചേരാൻ സാധിക്കുമോ? കുറച്ചു പൈസ നൽകിയാണെങ്കിൽ പോലും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അതെ, കുട്ടികൾക്കും ഇതിൽ പങ്കുചേരാവുന്നതാണ്. ഇത് കേട്ട് അവൾ അകത്തേക്കോടിപ്പോയി 20 ലൈബീരിയൻ ഡോളർ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ പക്കൽ ഇത് മാത്രമാണുള്ളത്, എന്നെയും ഇതിൽ ഉൾപ്പെടുത്തുക. ആ കുട്ടിയുടെ നിഷ്കളങ്കമായ പ്രവൃത്തിയിൽ അവരുടെ മാതാപിതാക്കളും ചന്ത നൽകുകയുണ്ടായി. ഇത്തരത്തിലുള്ള ത്യാഗത്തിന്റെ ഉദാഹരണങ്ങൾ അഹമ്മദികളുടെ മാത്രം പ്രത്യേകതയാണ്. അവർ കുട്ടികളാകട്ടെ വലിയവരാകട്ടെ ലോകത്തിലെ ഏതെല്ലാം ഭാഗങ്ങളിൽ താമസിക്കുന്നവരാകട്ടെ, കുട്ടികളുടെ ത്യാഗത്തിന്റെ യാഥാർത്ഥ്യം അത് സത്പ്രകൃതത്തിന്റെ ശബ്ദമാണ്. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ ജമാഅത്തിൽ അത്തരത്തിലുള്ള കുട്ടികളും വലിയവരും ജനിച്ചുകൊണ്ടിരിക്കട്ടെ. അള്ളാഹുവിനു വേണ്ടി ത്യാഗം ചെയ്യാനുള്ള ആവേശവും വികാരവും ഉള്ളവർ അവർ തങ്ങളുടെ പ്രതിജ്ഞകളെ പൂർത്തിയാക്കുന്നവരായി തീരുകയും ചെയ്യട്ടെ. ഏതുപോലെ നവംബറിൽ തെഹരീക്ക് ജദീദിന്റെ വർഷത്തിന്റെ വിളംബരം നടക്കാറുണ്ട്. ഇന്ന് ഞാൻ തെഹരീക്ക് ജദീദിന്റെ 84-ാം വർഷത്തിന്റെ ആരംഭം പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ഏതാനും കണക്കുകൾ സമർപ്പിക്കാം. തെഹരീക്ക് ജദീദിന്റെ 83-ാം വർഷം അവസാനിച്ചു. ഞാൻ പറഞ്ഞതുപോലെ 84-ാം വർഷം ആരംഭിച്ചു. നവംബർ 1 മുതൽ ഇതുവരെ ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് ഈ വർഷം തെഹരീക്ക് ജദീദിന്റെ സാമ്പത്തിക വ്യവസ്ഥിതിയിൽ 1,25,80,000 പൗണ്ട് സാമ്പത്തിക ത്യാഗം ജമാഅത്തിന് സമർപ്പിക്കാൻ അവസരം ലഭിച്ചു. അൽഹംദുലില്ലാ. ഈ വസൂലി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 15,43,000 പൗണ്ട് കൂടുതലാണ്. മൊത്തത്തിലുള്ള വസൂലിയുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനെ മാറ്റി നിർത്തിയാൽ ജർമ്മനി 1-ാം സ്ഥാനത്താണ്. ജർമ്മനിയിൽ 100 പള്ളികൾ എന്ന പരിപാടിയിലും ജമാഅത്ത് അംഗങ്ങൾ വലിയ ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഖുദ്ദാം, ലജ്ന, അൻസാർ തങ്ങളിൽ വലിയ വലിയ തുക ഏറ്റെടുത്തിട്ടുണ്ട്. ഏകദേശം 3 മില്യൺ യൂറോ അതിനായി തന്നെ അവർ സ്വരൂപിക്കുന്നുണ്ട്. അവിടെ ഇത്ര ധനികരായ ആളുകളുമില്ല. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ത്യാഗത്തിന്റെ ആവേശം അവരിൽ വളരെയധികം ഉണ്ട്. അള്ളാഹു അവരുടെ ധനത്തിലും വിശാലത ഉണ്ടാക്കട്ടെ. ഈ ത്യാഗങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. 2-ാം സ്ഥാനം ബ്രിട്ടൻ ആണ്. 3-ാം സ്ഥാനം അമേരിക്ക. 4-ാം സ്ഥാനം കാനഡ. 5-ാം സ്ഥാനം ഇന്ത്യ. 6-ാം സ്ഥാനം ഓസ്ട്രേലിയ. 7-ാം സ്ഥാനം ഇന്തോനേഷ്യ. 8-ാം സ്ഥാനം മിഡിൽ ഈസ്റ്റിലെ ഒരു ജമാഅത്താണ്. അതുപോലെ തന്നെ 9-ാമത്തേതും മിഡിൽ ഈസ്റ്റിലെ ഒരു ജമാഅത്താണ്. 10-ാമത്തേത് ഘാനയാണ്. ആളോഹരി ചന്തയുടെ അടിസ്ഥാനത്തിൽ ആദ്യത്തേതും 2-ാമത്തേതും മിഡിൽ ഈസ്റ്റിലെ ജമാഅത്തുകളാണ്. പിന്നീട് സ്വിറ്റ്സർലാൻഡ്, പിന്നീട് UK ആണ്. എന്നാൽ UKയിൽ ഭാഗവാക്കാകുന്നവരുടെ എണ്ണം അത് അവരുടെ ജൽസയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണത്തേക്കാൾ വളരെയധികം കുറവാണ്. അതിനർത്ഥം ഇതിലേക്ക് പൂർണ്ണമായ ശ്രദ്ധയില്ല എന്നുള്ളതാണ്. പിന്നീട് 5-ാം സ്ഥാനത്ത് അമേരിക്കയാണ്. ജൽസയിൽ മുഴുവൻ അംഗങ്ങളും പങ്കെടുക്കുകയും ചെയ്യാറില്ല. 6-ാം സ്ഥാനത്ത് ഓസ്ട്രേലിയ. 7-ാം സ്ഥാനത്ത് ജർമ്മനി. ജർമ്മനിയിൽ ഭാഗവാക്കാകുന്നവരുടെ എണ്ണം അത് അവരുടെ ജൽസയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിന്റെ വളരെയധികം സമീപത്താണ്. ഇതിനർത്ഥം അവിടെ
സെക്രട്ടറി തെഹ്രീക്കെ ജദീദ് നല്ല പരിശ്രമം നടത്തിയിട്ടുണ്ട് എന്നാണ് ഉൾപ്പെടുത്തുന്നതിനു വേണ്ടി. അതുപോലെ തന്നെ ബന്ധപ്പെട്ട മറ്റു സെക്രട്ടറിമാരും. പിന്നീട് 8ാം സ്ഥാനത്ത് സ്വീഡനാണ്, പിന്നീട് നോർവേ ആണ്, പിന്നീട് കാനഡയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മൊത്തത്തിലുള്ള വസൂലിയുടെ അടിസ്ഥാനത്തിൽ ഘാന, നൈജീരിയ, പിന്നീട് മാലി, 4ാം സ്ഥാനം കാമറൂൺ, പിന്നീട് ലൈബീരിയ, പിന്നീട് ബെനിൻ. ഭാഗവാക്കാകുന്നവരുടെ മൊത്തം എണ്ണം കുറച്ചു വർഷമായി ഇതിൽ കൂടുതൽ ശക്തി ചെലുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു. തുക എന്തായാലും സ്വരൂപിക്കപ്പെടും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട്, ചന്ത എല്ലാവരിൽ നിന്നും വസൂൽ ചെയ്യേണ്ടതാണ്. ആരെങ്കിലും ഒരു പൈസ പോലും ആണെങ്കിലും ശരി. ഇതുപോലെ തുള്ളികൾ ചേർന്ന് നദി ഉണ്ടാകുന്നു, അതുപോലെ ഓരോ പൈസ കൊണ്ടും വലിയ തുക സ്വരൂപിക്കപ്പെടുന്നു. ഏതായിരുന്നാലും ഭാഗവാക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ വർഷം ഈ എണ്ണം 16 ലക്ഷത്തിൽ അധികം ആണ് ഭാഗവാക്കായവർ. ഈ വർഷം 2 ലക്ഷം പുതിയ അംഗങ്ങളുടെ വർധനവുണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇതിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വർധനവുണ്ടാക്കിയവരിൽ നൈജീരിയ ഏറ്റവും മുന്നിലാണ്. അവിടെ 57,000 എണ്ണത്തിൽ പുതിയ ആളുകൾ ചന്തയുടെ വ്യവസ്ഥയിൽ ഉൾപ്പെട്ടു. അതിനുശേഷം കാമറൂൺ ആണ്, ഇവിടെ 23,000 ആൾ ഉൾപ്പെട്ടു. പിന്നീട് സെനഗൽ, ഐവറി കോസ്റ്റ്, നൈജീരിയ, ഗിനി കൊനാക്കറി, മാലി, ഗിനി ബസാവു, ഗാംബിയ, സെനഗാൽ, ബൊക്കിനോ ഫാസോയും ഉണ്ട്. ആഫ്രിക്കയെ കൂടാതെയുള്ള പുറത്തുള്ള രാജ്യങ്ങളിൽ ഇന്തോനേഷ്യ 1ാം സ്ഥാനം, പിന്നീട് ജർമ്മനി, ബ്രിട്ടൻ, പിന്നീട് ഇന്ത്യ, അമേരിക്ക, കാനഡ. ചേരുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും ഭാഗവാക്കാവുന്നവരുടെ എണ്ണത്തിൽ ഇപ്പോഴും വളരെയധികം ഒഴിവുണ്ട്. ജമാഅത്തുകൾ ഇതിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. പാകിസ്ഥാനിൽ അവിടുത്തെ ഇമാറത്തിൽ നിസാം അല്പം മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ 3 ജില്ലകൾക്ക് പകരം ജമാഅത്തുകളുടെ ത്യാഗത്തിന്റെ ചാർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഇപ്രകാരമാണ്: 1ാം സ്ഥാനം റബുവ, പിന്നീട് ഇസ്ലാമാബാദ്, പിന്നീട് ലാഹോർ ടൗൺഷിപ്പ്, പിന്നീട് അസീസാബാദ് കറാച്ചി, പിന്നീട് ഡൽഹി ഗേറ്റ് ലാഹോർ, പിന്നീട് റാവൽപിണ്ടി ടൗൺ, പിന്നീട് മുൽത്താൻ, പെഷാവർ, കൊയ്റ്റ, ഗുജറാൻവാല. ജില്ലാതലത്തിൽ കൂടുതൽ ത്യാഗം ചെയ്ത ജില്ല പാകിസ്ഥാനിൽ സർഗോദ, ഫൈസലാബാദ്, ഉമർകോട്ട് 3ാം സ്ഥാനം, ഗുജറാത്ത് 4ാം സ്ഥാനം, നാരോവാൾ 5ാം സ്ഥാനം, ഹൈദരാബാദ് 6ാം സ്ഥാനം, മീർപൂർ ഖാസ് 7ാം സ്ഥാനം, ബഹാൽപൂർ 8ാം സ്ഥാനം, ഒക്കാഡ. ഇത് രണ്ടും തുല്യമാണ്. ടോബ, ടേക്സിംഗ്, കോട്ട്ലി, ആസാദ് കശ്മീർ. ജർമ്മനിയിലെ 10 ജമാഅത്തുകൾ 1ാം സ്ഥാനം നോയ്സ്, പിന്നീട് റോയ്ഡൻമാർക്ക്, പിന്നീട് മെയിൻ ഗാർഡൻ, മിഡ, പിന്നീട് പാൻബർഗ്, പിന്നീട് മെഹദിയാബാദ്, പിന്നീട് ഹൈഡ്സൻബർഗ്, ലിംബർഗ്, ഫോറസ്ഹൈം. ഇവരുടെ വലിയ 10 ഇമാർത്തുകൾ ഹാംബർഗ്, ഫ്രാങ്ക്ഫർട്ട്, മേർഫെൽഡൻ, ഗ്രേസ്ഹോ, പീസ്ബാദൻ, ടെങ്സ്ബാക്ക്, മാൻഹൈൻ, റിസ്ഡഡ്, ഓപ്പൺഹാം. ബ്രിട്ടനിലെ വലിയ 10 ജമാഅത്തുകൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ 1ാം സ്ഥാനത്ത് മസ്ജിദ് ഫസൽ, 2ാം സ്ഥാനം വൂസ്റ്റർ പാർക്ക്, 3ാം സ്ഥാനം ബെർണിംഗം സൗത്ത്, പിന്നീട് ബ്രാഡ്ഫോർഡ് സൗത്ത്, പട്നി, ഗ്ലാസ്ഗോ, ഇസ്ലാമാബാദ്, ന്യൂ മോഡേൺ, ജെല്ലിംഗം, സ്കാൻതോപ്പ്. ആളോഹരി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ റീജിയനാണ് സൗത്ത് വെസ്റ്റ് 1ാം സ്ഥാനം, പിന്നീട് നോർത്ത് ഈസ്റ്റ് 2ാം സ്ഥാനം, ഇസ്ലാമാബാദ് 3ാം സ്ഥാനം, മിഡ്ലാൻഡ് 4ാം സ്ഥാനം, സ്കോട്ട്ലൻഡ് 5ാം സ്ഥാനം. അമേരിക്കയിലെ ജമാഅത്തുകൾ 1ാം സ്ഥാനം സിലിക്കോൺ വാലി, ഓഷ്കോഷ് 2ാം സ്ഥാനം, സിയാറ്റൽ 3ാം സ്ഥാനം, ലാട്രോയിറ്റ് 4ാം സ്ഥാനം, യോർക്ക് 5ാം സ്ഥാനം, ലോസ് 6ാം സ്ഥാനം, സിൽവർ സ്ക്രീൻ, സെൻട്രൽ ജേഴ്സി, ഷിക്കാഗോ, സൗത്ത് വെസ്റ്റ് അറ്റ്ലാന്റ, ലോസ് ഏഞ്ചൽസ്, ഫിൻലാൻഡ്. വസൂലി അനുസരിച്ച് കാനഡയിലെ ലോക്കൽ ഇമാർത്തുകൾ വോൺ 1ാം സ്ഥാനം, പിന്നീട് പീസ് വില്ലേജ്, ബ്രാംപ്ടൺ, ബ്രാങ്കോവർ, മിസാന. ഇന്ത്യയിലെ ജമാഅത്തുകൾ കേരള, കർണാടക, ജമ്മു കശ്മീർ 3ാം സ്ഥാനം,
4-ാം സ്ഥാനം തെലുങ്കാന, 5 തമിഴ്നാട്, 6 ഒഡീസ, 7 പഞ്ചാബ്, 8 ബംഗാൾ, 9 ഡൽഹി, 10 മഹാരാഷ്ട്ര. വലിയ 10 ജമാഅത്തുകൾ: 1-ാം സ്ഥാനം കാലിക്കറ്റ് കേരള, പത്തപ്പിരിയം കേരള, 3-ാം സ്ഥാനം കാദിയാൻ, 4-ാം സ്ഥാനം ഹൈദരാബാദ്, 5-ാം സ്ഥാനം കൽക്കത്ത, 6-ാം സ്ഥാനം ബാംഗ്ലൂർ, പിന്നീട് കണ്ണൂർ ടൗൺ, പഴയങ്ങാടി, മാത്തോട്ടം, പിന്നീട് കരുളായി. ഓസ്ട്രേലിയയിലെ 10 ജമാഅത്തുകളിൽ 1-ാം സ്ഥാനം കാസിൽ ഹിൽ, മെൽബൺ, ബെർറിക്, ACT കാൻബറ, മാസ്ഡൻ പാർക്ക്, ബ്രസ്ബിൻ, ലോഗൻ, അത്ലറ്റ് സൗത്ത്, ദ കെംപ്റ്റൺ, മെൽബൺ, റോൺ വാറൻ, പെർത്ത്, മെൽബൺ ഈസ്റ്റ്. അള്ളാഹു എല്ലാവരുടെയും ധനത്തിലും ജീവനിലും അങ്ങേയറ്റം അനുഗ്രഹം ചൊരിയട്ടെ. ഇതിനുശേഷം ഞാൻ ചുരുങ്ങിയ നിലയിൽ മറ്റൊരു പദ്ധതിക്കുകൂടി ആഹ്വാനം നടത്താൻ ആഗ്രഹിക്കുന്നു. അത് UK സംബന്ധിച്ചിടത്തോളം പൊതുവായ നിലയിലും ലോകത്തിലുള്ള സഹോദരന്മാർക്ക് വേണ്ടിയുമാണ്. അതായത് ഏകദേശം കഴിവുള്ള സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ഏകദേശം 1-2 വർഷം കഴിഞ്ഞു. മസ്ജിദ് ബൈത്തുൽ ഫുത്തൂലിന്റെ ഒരു ഭാഗത്ത് തീ പിടിച്ചിരുന്നു. ആ കത്തിയ ഭാഗത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഉള്ളതാണ് ഈ പദ്ധതി. ഇന്ന് കുറച്ചു വർഷമായി 1984 മുതൽ ഖിലാഫത്ത് ഇവിടെ നിൽക്കുന്നത് കാരണം ലോകത്തിൽ നിന്ന് ആളുകൾ ഇവിടെ വരുന്നു. അവരുടെ താമസം, അതുപോലുള്ള വിവിധ ഫംഗ്ഷനുകൾ നടക്കാറുണ്ട്. ഇപ്പോൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ശാഖാ സംഘടനകളുടെയും ജമാഅത്തുകളുടെയും വലിയ വലിയ സംഘങ്ങൾ വർഷം മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ താമസത്തിനും മറ്റും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പള്ളിയുമായി ബന്ധപ്പെട്ട റൂമുകളും ഹാളും ആണ് മുമ്പ് നൽകിയിരുന്നത്. അവിടെ സംവിധാനം ഒരുക്കാൻ സാധിക്കുമായിരുന്നു. തീപിടിച്ചതിനു ശേഷം അവിടെ വലിയ ഞെരുക്കം അനുഭവപ്പെടുന്നു. അതിന്റെ പുനർനിർമ്മാണത്തിന്റെ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. വളരെ വലിയൊരു പദ്ധതിയാണ്. സ്ഥലം ഏകദേശം അല്പം കൂടുതലാണ്, എന്നിരുന്നാലും പദ്ധതി വലുതാണ്. അതിർത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ പള്ളിയുടെ നിർമ്മാണത്തിന് ആഹ്വാനം ചെയ്തപ്പോൾ തുടക്കത്തിൽ അവിടുന്ന് 5 മില്യന്റെ ആഹ്വാനമാണ് നടത്തിയത്. പിന്നീട് പള്ളിയുടെ മെയിൻ ഭാഗം ഉപേക്ഷിച്ചത് കാരണത്താൽ മറ്റു സ്ഥലങ്ങളിൽ ചിലവ് കൂടുതലായിരുന്നു. അങ്ങേക്ക് പിന്നീട് 5 മില്യന്റെ പദ്ധതി കൂടി ആഹ്വാനം ചെയ്യേണ്ടതായി വന്നു. അതിനുശേഷം വിവിധ ജോലികൾ മെല്ലെ മെല്ലെ നടന്നുകൊണ്ടിരുന്നു. അത് ജമാഅത്ത് തങ്ങളുടെ ബജറ്റിൽ നിന്ന് ചിലവ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു പരിധിവരെ പൂർത്തിയായി കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും ഈ അപകടം സംഭവിച്ചതിനു ശേഷം അള്ളാഹുവിന്റെ വിധി ഇതായിരുന്നു: വളരെ വലിയ ഒരു ഭാഗം കത്തിപ്പോയി. ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന പുതിയ പദ്ധതി, അതിലും ഏകദേശം ഇത്ര തന്നെ തുക ചിലവ് വരും, 11 മില്യന്റെ അടുത്ത്. അതിൽ നിന്ന് ഏകദേശം പകുതി നിലവിൽ കയ്യിലുണ്ട്. ഇൻഷുറൻസ് മുതലായവയിൽ നിന്ന് ലഭിച്ചത്, അല്ലെങ്കിൽ മറ്റുള്ളവർ ചിലർ ചന്തയായി നൽകിയത്. പകുതിയിൽ കൂടുതൽ ഏകദേശം ആവശ്യമായി വരും. അതിനായി ഏതായിരുന്നാലും സഹോദരങ്ങൾ തന്നെ ത്യാഗം ചെയ്യേണ്ടതായി വരും. ഏതുപോലെ എപ്പോഴും അവർ ചെയ്തിട്ടുണ്ടോ? മസ്ജിദ് ബൈത്തുൽ ഫുത്തു നിർമ്മാണത്തിന്റെ രീതിയുടെ അടിസ്ഥാനത്തിൽ, സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിൽ, വലിയ കെട്ടിടം എന്ന അടിസ്ഥാനത്തിൽ യൂറോപ്പിലെ 50 വലിയ കെട്ടിടങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആ ഭാഗം മുഴുവനും ഉണ്ടായിരുന്ന സമയത്ത് അതിർത്ത് ഖലീഫത്തുൽ മസീഹ് റാബി ഈ പദ്ധതി നൽകിയപ്പോൾ ഇതും പ്രഖ്യാപിച്ചിരുന്നു. ഞാൻ ഈ കാര്യം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നത് യൂറോപ്പിലെ ഏറ്റവും വലിയ പള്ളി ആയിരിക്കും എന്നാണ്. എന്നല്ല, ഇതിനേക്കാൾ വലിയ മറ്റൊരു പള്ളിയും ഉണ്ടാകുകയില്ല. അവിടുന്ന് പറഞ്ഞു 7000-8000 ആളുകൾക്ക് ഇതിൽ നമസ്കരിക്കാൻ സാധിക്കും. അങ്ങനെ അന്ന് നമ്മുടെ ആവശ്യം അത് മുഖേന പൂർത്തിയാകും എന്ന് പറഞ്ഞിരുന്നു. പള്ളിയുടെ കപ്പാസിറ്റി ആളുകൾ അടക്കം 10,000 ആണ്. ആളുകൾ അതിൽ ഉൾക്കൊള്ളുമായിരുന്നു. എന്നാൽ ആ കപ്പാസിറ്റിയും 2-3 വർഷത്തിനു ശേഷം തന്നെ കുറഞ്ഞു. പിന്നീട് ഇവിടെയുള്ള സംഘാടകർക്ക് അറിയിക്കേണ്ടതായി വന്നു, മറ്റുള്ള ജമാഅത്തുകളിലെ ആളുകൾ പെരുന്നാൾ നമസ്കരിക്കാൻ വേണ്ടി ഇവിടെ വരരുത്.
അവരവരുടെ പ്രദേശങ്ങളിൽ നമസ്കരിക്കുക. എന്നിരുന്നാലും സഹോദരന്മാർക്ക് അറിയാവുന്നതുപോലെ പാർക്കിൽ നമുക്ക് പ്രത്യേക പന്തൽ കെട്ടേണ്ടതായി വരുമായിരുന്നു. അവിടെ ഈ ഇതിനുള്ള സംവിധാനം ഒരുക്കേണ്ടതായി വരുമായിരുന്നു. ഏതായിരുന്നാലും ആവശ്യം നമുക്കുണ്ട്. എത്രത്തോളം നമുക്കത് മെച്ചപ്പെട്ടതും വലുതും ആയി നിർമ്മിക്കാൻ സാധിക്കുമോ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. ആർക്കാണോ ആദ്യം ഇതിന്റെ നിർമ്മാണത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നത് അവർ തീർച്ചയായും പരിശ്രമിച്ചുകൊണ്ട് ഇതിൽ ഭാഗവാക്കാകേണ്ടതാണ്. കാരണം ഇത് UK ജമാഅത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ട് പൊതുവായ നിലയിൽ ഇത് UK അഹമ്മദികളുടെ ജോലിയാണ്, ജമാഅത്തിന്റെ ജോലിയാണ്. ഇതിൽ ഭാഗവാക്കാകേണ്ടതാണ്. പുറത്തുള്ള ലോകത്തിലെ കഴിവുള്ള സഹോദരന്മാർ ഇതിൽ ഭാഗവാക്കാവുക. ശാഖാ സംഘടനകൾ എന്ന നിലയിലും ജമാഅത്തുകൾ എന്ന നിലയിലും വലിയ വലിയ ജമാഅത്തുകൾ ഭാഗവാക്കാകേണ്ടതാണ്. കാരണം മുഴുവൻ വർഷവും ഇവിടെ പുറത്തുനിന്നുള്ള അതിഥികൾ വന്നുകൊണ്ടിരിക്കുന്നു. UK ജമാഅത്ത് എല്ലാ മാസവും ഇവരുടെ അതിഥി സൽക്കാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നല്ല, ഈ എണ്ണം ഇപ്പോൾ 1000-ൽ എത്തിയിരിക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരവസരത്തിൽ പറഞ്ഞു, ആലംഗീറിന്റെ കാലഘട്ടത്തിൽ ഷാഹി മസ്ജിദിന് തീപിടിച്ചു. ആളുകൾ ഓടി രാജാവിന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, പള്ളിക്ക് തീപിടിച്ചു. ഈ വാർത്ത കേട്ട് രാജാവ് ഉടനെ തന്നെ സുജൂദിൽ വീണു. എന്നിട്ട് നന്ദി പറഞ്ഞു. രാജ്യസദസ്സിലെ അംഗങ്ങൾ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, ഹുസൂർ, നന്ദി പ്രകടിപ്പിക്കാനുള്ള എന്ത് സമയമാണിത്? അള്ളാഹുവിന്റെ ഭവനത്തിന് തീപിടിച്ചിരിക്കുന്നു. മുസ്ലിങ്ങളുടെ ഹൃദയത്തിന് കഠിനമായ ദുഃഖം ഏറ്റിരിക്കുന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഞാൻ ദീർഘകാലമായി ചിന്തിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ നെടുവീർപ്പെടുമായിരുന്നു. ഇത്ര വലിയ മഹത്തായ പള്ളി നിർമ്മിച്ചിരിക്കുന്നു. ഈ കെട്ടിടം മുഖേന ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ നല്ല പ്രവൃത്തിയിൽ എന്റെയും ഭാഗം ഉണ്ടാകുന്ന ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിൽ. എന്നാൽ 4 ഭാഗത്തു നിന്നും ഞാൻ ഇതിനെ പൂർണ്ണമായതായും ന്യൂനതരഹിതമായതും കാണുമ്പോൾ എനിക്ക് മറ്റൊന്നും തന്നെ ചിന്തിക്കാൻ സാധിക്കുമായിരുന്നില്ല. എങ്ങനെയാണോ എനിക്ക് ഇതിൽ നിന്ന് പ്രതിഫലം ലഭിക്കുക? ഇന്ന് അള്ളാഹു എനിക്കായി പ്രതിഫലം കരസ്ഥമാക്കുന്നതിന്റെ അവസരം, ഒരു മാർഗം തുറന്നു തന്നിരിക്കുന്നു. വല്ലാഹു സമീഉൻ അലീം. ഞാൻ പറഞ്ഞതുപോലെ മുമ്പ് ആർക്കാണോ ഈ ത്യാഗത്തിൽ ഭാഗവാക്കാൻ സാധിക്കാതിരുന്നത് അവർ തീർച്ചയായും ഇതിൽ ഭാഗവാക്കാകേണ്ടതാണ്. 3 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ വാഗ്ദാനം ചെയ്ത് അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഏതായിരുന്നാലും ഇതിന്റെ 1/3 ഭാഗം ആദ്യ വർഷം തന്നെ തീർച്ചയായും നൽകുക. ഈ പദ്ധതിയുടെ കണക്ക് ഇപ്രകാരമാണ്. ആദ്യം ഈ കവേർഡ് ഏരിയ 4000 സ്ക്വയർ മീറ്റർ ആയിരുന്നു ഇതിന്റെ വിസ്തീർണം. ഇപ്പോൾ ഇതിന്റെ പുതിയ പ്ലാൻ അനുസരിച്ച് 5800 സ്ക്വയർ മീറ്റർ ആണ്. നാസിർ ഹാളിന്റെ മേൽക്കൂരയും കുറച്ച് ഉയർത്തിയിട്ടുണ്ട്. അതിന്റെ ആദ്യത്തെ ഫ്ലോറിലെ നൂർ ഹാളിന്റെ മേൽക്കൂരയും ഉയർത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ഫ്ലോറിൽ ഓഫീസുകളായിരിക്കും. 3-ാമത്തേതിലും 4-ാമത്തേതിലും ഓഫീസുകളും എക്സിബിഷൻ ഹാളും അതിഥികളുടെ താമസം, ഗസ്റ്റ് റൂം മുതലായവ നിർമ്മിക്കും. ഇതാണ് പദ്ധതി. പിന്നീട് ഗേറ്റ് അല്പം മാറ്റിയാണ് നിർമ്മിക്കുന്നത്. പാർക്കിങ്ങിനായി കുറച്ച് സ്ഥലം ലഭിക്കുന്നതിനു വേണ്ടി, വാഹനങ്ങളുടെ വരവും പോക്കും എളുപ്പത്തിൽ ആയിത്തീരുന്നതിനു വേണ്ടിയും, കാൽനടക്കാർക്ക് സൗകര്യമുണ്ടാകുന്നതിനു വേണ്ടി, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ വഴി ഉണ്ടാകുന്നതിനു വേണ്ടി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. UK ജമാഅത്തിന് ഈ പദ്ധതി പൂർത്തിയാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ ഒരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കും. അത് ബഹുമാനപ്പെട്ട ആദിൽ അമൂദ് നാഖുദ സാഹിബ് യമന്റേതാണ്. ഒക്ടോബർ 14-ന് ഹൃദയസ്തംഭനം കാരണം 40-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ മകൻ താരിഖ് സാഹിബ് വിവരിക്കുന്നു, ബയ്യത്തിനു മുമ്പ് എന്റെ പിതാവ് കൃത്യനിഷ്ഠയോടുകൂടി നമസ്കരിക്കുന്ന ആളായിരുന്നില്ല. എന്നാൽ ബയ്യത്തിനു ശേഷം കൃത്യനിഷ്ഠയോടുകൂടി നമസ്കരിക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല, ഞങ്ങളെ ദീനിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജമാഅത്തുമായി ബന്ധം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും എപ്പോഴും ഉപദേശിക്കുമായിരുന്നു. ഞങ്ങളെ
ചേർത്ത് വീട്ടിൽ നമസ്കാരം ജമാഅത്തായി കൃത്യനിഷ്ഠയോട് നമസ്കരിക്കുമായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രന്ഥങ്ങൾ ഞങ്ങൾക്ക് വായിച്ചു തരുമായിരുന്നു. MTA ഫ്രീക്വൻസിയുള്ള കാർഡ് എപ്പോഴും തന്റെ കൂടെ വെക്കും. എവിടെ പോയാലും ഈ കാർഡ് നൽകുകയും തബ്ലീഗ് ചെയ്യുകയും ചെയ്തിരുന്നു. അഹമ്മദീയത്തിൽ ചേർന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമായും മാറി. എപ്പോഴും അദ്ദേഹത്തിൽ സൗഭാഗ്യത്തിന്റെയും സന്തോഷവും കാണാൻ സാധിക്കുമായിരുന്നു. ഒരു അഹമ്മദി സുഹൃത്ത് അലി ഗാമി സാഹിബ് പറയുന്നു, ബൈഅത്തിന് മുമ്പ് മർഹൂം എന്നെയും മറ്റ് ചില സുഹൃത്തുക്കളെയും വീട്ടിൽ വിളിച്ച് അഹമ്മദിയത്തിനെ കുറിച്ച് ചോദിക്കുമായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിന് വിവിധ അഭിപ്രായ ഭിന്നതകളുള്ള കാര്യങ്ങളെക്കുറിച്ചും ദജ്ജാലിന്റെ ആഗമനത്തെക്കുറിച്ചും മസീഹിന്റെ ജീവൽ മരണ പ്രശ്നം, മഹ്ദി ഇമാമിന്റെ ആഗമനം എന്നീ വിഷയങ്ങളെ പറഞ്ഞുകൊടുത്തു. മർഹൂം ഞങ്ങളുടെ സംസാരം വിശ്വാസവും വളരെ ഇഷ്ടപ്പെട്ടു. മർഹൂം ഞങ്ങളുടെ ജമാഅത്തിനെതിരിൽ ഉള്ള ആക്ഷേപങ്ങൾ സ്വയം അന്വേഷണം നടത്തും. അദ്ദേഹം ബൈഅത്ത് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളുടെ മേൽ വ്യാജമായ ആരോപണം നടത്തിക്കൊണ്ട് ഞങ്ങളെ ജയിലിലാക്കി. എന്നാൽ മർഹൂം അനഹമ്മദിയായിരുന്നിട്ടും വളരെ ധൈര്യത്തോടുകൂടി അതിനെ ഒപ്പം നിൽക്കുകയും പ്രതിരോധിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മറ്റു ബന്ധുക്കളും ഇത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ബൈഅത്തിന്റെ ശേഷം അദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമായും മാറി. ദീനീപരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലായ്പ്പോഴും വിശുദ്ധ ഖുർആനും ഹദീസും സമർപ്പിക്കുമായിരുന്നു. ഉദ്ധരണികൾ നൽകി സംസാരിക്കുമായിരുന്നു. ഞങ്ങൾ അത്ഭുതപ്പെടുമായിരുന്നു, താങ്കൾ ഇത്രയധികം ദീനി വിജ്ഞാനം ഇത്ര പെട്ടെന്ന് എവിടെ നിന്നാണ് പഠിച്ചത്? മർഹൂം പറയും, ഈ എല്ലാ അറിവും അദ്ദേഹം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നാണ് പഠിച്ചത്. കാരണം അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്ന് പ്രകാശം കരസ്ഥമാക്കിയ ആളായിരുന്നു. മർഹൂമിന്റെ സന്തപ്ത കുടുംബത്തിൽ ഭാര്യയെ കൂടാതെ ഒരു മകനും ഒരു മകളും ഉണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഭൂരിഭാഗം ആളുകളും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദികളാണ്. അള്ളാഹു മർഹൂമിന്റെ സ്ഥാനം ഉയർത്തട്ടെ. മഗ്ഫിറത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറിക്കൊണ്ട് തന്റെ പ്രിയപ്പെട്ടവരുടെ കാൽച്ചുവടുകളിൽ ഇടം നൽകട്ടെ. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും സഹായം സംരക്ഷകനുമാകട്ടെ. അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു നൽകട്ടെ. ഇവരെയും നല്ലവരും സാലിഹ്യങ്ങളുമാക്കി തീർക്കുകയും അവരുടെ പിതാവിന്റെ ചുവടുകളിൽ ചരിക്കാനുള്ള തൗഫീക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر. اللهم صل على محمد وعلى آله